ഖത്തറിൽ നടന്ന പാരമ്പര്യ പായ്ക്കപ്പൽ മേളയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഖത്താറ ധൗ ഫെസ്റ്റിവലിലേക്ക്. മുത്തുവാരിയും മത്സ്യബന്ധനം നടത്തിയും ജീവിതം നയിച്ചിരുന്ന പഴയ തലമുറയിൽ പത്തേമാരികൾ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നാഗരിക വളർച്ചയുടെ നാൾവഴികളിൽ വിനോദയാത്രയ്ക്കും ആഡംബരത്തിനും ഉൾപ്പെടെ പത്തേമാരികൾ സജീവമായി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ പൂർവ്വകാല ജീവിതത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ കൂടിയാണ് അറബ് സമൂഹം പത്തേമാരികളെ കാണുന്നത്. ഈ പാരമ്പര്യം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് തുടർച്ചയായ 6ാം വർഷവും ഉരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള 250-ലേറെ ഒരു നിർമ്മാതാക്കളും പ്രതിനിധികളും പ്രദർശനത്തിൽ പങ്കെടുത്തു. പ്രദർശനത്തോടനുബന്ധിച്ച് സന്ദർശകർക്കായി ഇത്തവണ കൂടുതൽ മത്സരങ്ങളും ഒരുക്കിയിരുന്നു. ബോട്ട് യാത്രകൾ, നാടൻ ഭക്ഷ്യശാലകൾ, പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയ്ക്ക് പുറമെ എല്ലാ ദിവസവും സംഗീത പരിപാടികളും അരങ്ങേറിയിരുന്നു. പഴയ തലമുറയുടെ ഓർമ്മകളും അവശേഷിപ്പുകളും അതുപോലെ പുനരാവിഷ്കരിക്കുന്നതായിരുന്നു ഖത്താറ പായ്ക്കപ്പൽ മേള. പത്തേമാരികളിൽ ഒരുപാട് കടൽ ദൂരങ്ങൾ താണ്ടി മറ്റു രാജ്യങ്ങളുമായി വാണിജ്യബന്ധം സ്ഥാപിക്കുകയും കടലാഴങ്ങളിൽ നിന്ന് മുത്തുവാരി പ്രൗഢിയുടെ ആഡംബര മികവ് ലോകത്തെ കാണിക്കുകയും ചെയ്ത ഒരു തലമുറയുടെ ജീവിതം ഇതൾ വിരിയുന്ന കാഴ്ചകൾ. മനുഷ്യപ്രയത്നത്തിന്റെ തലമുറകൾ നീണ്ട ആ പാരമ്പര്യത്തോടൊപ്പം അറബ് ജനത അണയാതെ സൂക്ഷിക്കുന്ന സാമൂഹിക മൂല്യങ്ങളും പൈതൃകവുമെല്ലാം പുതുതലമുറയിലുള്ളവർക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാം. ഖത്തറിന് പുറമെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഒമാൻ, കുവൈത്ത്, ഇറാഖ്, ഇന്ത്യ, ടാൻസാനിയ, പലസ്തീൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ നിറപ്പകിട്ടോടെയാണ് ഇത്തവണത്തെ ആഘോഷം. വളരെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. നല്ല ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒമാന്, ഖലീജ് കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. സമുദ്ര പൈതൃകം പ്രതിഫലിപ്പിക്കുന്നതിനായി മീൻവല നെയ്യുന്ന വിധം, ചെറുപായ്ക്കപ്പൽ നിർമ്മാണം, പനയോല കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വിധം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസ ശില്പശാലകളും മേളയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. We will take some from the tree, some things like ropes, and we will do it. മേളയിലെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഇത്തവണയും പതിവ് പോലെ കോഴിക്കോട് ബേപ്പൂരിലെ പരമ്പരാഗത ഒരു നിർമ്മാതാക്കളായ ഹാജി PI മുഹമ്മദ് കോയ എന്ന കമ്പനിക്ക് തന്നെ. ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടും ഖത്തറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധം അദ്ദേഹം പങ്കുവച്ചു. ലാസ്റ്റ് 14 ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഖത്തർ ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഖത്തറായിട്ട് പഴയ ബന്ധമാണ്, ഏകദേശം ഒരു 70-80 ഇയേഴ്സ് ഓൾഡ് കണക്ഷനാണ്. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ്, ലോക്കൽ ഉണ്ടാക്കിയതാണ്. ബേപ്പൂരിൽ നിന്നുള്ള ടീം വന്നിട്ട് ഇവിടെ ബേപ്പൂരിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഒമാനിൽ നിന്നും മേളയിൽ പങ്കെടുക്കാനെത്തിയ മുഹമ്മദ് യാക്കൂബിന് കേരളത്തിൽ നിന്നുള്ള ടെലിവിഷൻ ചാനലാണ് എന്നറിഞ്ഞപ്പോൾ അതിയായ സന്തോഷം. Kerala people good. Kochi, Calicut, kullu good. Kerala kullu good. ഖത്തറിൻ്റെ പഴയ പൈതൃകങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ കൂടുതൽ നമുക്ക് അറിയാനും അതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാനും വലിയ ഉപകാരമാണ്. തനത് അറബ് വിഭവങ്ങൾ രുചിച്ചറിയാനുള്ള ഫുഡ് പവലിയനുമുണ്ട് ഇവിടെ. നിറയെ മലയാളി സാന്നിധ്യം. അറബി വീട്ടിൽ നിന്ന് പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളുമായി എത്തിയ പട്ടാമ്പിക്കാരനായ ബഷീറും സംഘവും അറബ് മന്തിയും മജ്ബൂസുമൊക്കെ പരിചയപ്പെടുത്തി. മഗറൂബ, ചിക്കൻ ബിരിയാണി, മജ്ബൂസ്, വറഗാനം, അങ്ങനത്തെ ഐറ്റംസിലാണ് അറബി ഫുഡ് കൊടുക്കുന്നത്. അറബ് സമൂഹത്തിന്റെ സമ്പന്നമായ കലാവിഷ്കാരങ്ങൾ ആസ്വദിക്കാനും മേളയിൽ അവസരമുണ്ടായിരുന്നു. അൽ നഹ്മ, അൽ ഫിജിരി ഉൾപ്പെടെയുള്ള സമുദ്ര കലാരൂപങ്ങളും ഗൾഫ് മേഖലയുടെ സമുദ്ര സാംസ്കാരിക വൈവിധ്യം ഉയർത്തിക്കാട്ടിയുള്ള ഒമാനി സമുദ്രകലകളും സന്ദർശകരുടെ മനം കവരുന്നതാണ്.